بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 91 മറിയം സൂറത്തിൽ നിന്നുള്ള 88-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. 88, 89, 90, 91 ഇങ്ങനെ 4 ആയത്തുകളാണ് ഇപ്പോൾ ഓതി വെച്ചത്. വഖാലു, അവര് പറഞ്ഞു, മുശ്രിക്കീങ്ങള്, ഇത്തഖദ റഹ്മാനു, റഹ്മാനായ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് വലദൻ, ഒരു കുട്ടിയെ. കുട്ടികളെ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് അനുയോജ്യമല്ല. പക്ഷെ ജൂതന്മാര്, യഹൂദി നസ്വാറാക്കള് പറഞ്ഞു, റഹ്മാനായ അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് അവർ പറയുന്നത്. ജൂത ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും ഒക്കെ അള്ളാഹുവിന് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപരാധങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുക. അള്ളാഹു പറയുന്നു, ഇങ്ങനെ പറഞ്ഞ ആളുകളോട് പറയുന്നു, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ഗൗരവതരമാണ്, ഗുരുതരമാണ്. ലഖദ് ജിഅ്തും, തീർച്ചയായും നിങ്ങൾ ചെയ്ത കാര്യം, ഇദ്ദാ, ലഖദ് ജിഅ്തും, തീർച്ചയായും നിങ്ങൾ ചെയ്തത്, ശൈഅൻ ഇദ്ദാ, വളരെ ഗുരുതരമായ കാര്യമാണ്. മുശ്രിക്കീങ്ങളെ, നിങ്ങൾ കൊണ്ടുവന്ന കാര്യം, നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ വലിയൊരു അപരാധമാണ്, ഗുരുതരമായ കാര്യമാണ്. അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞത് വളരെ ഗുരുതരമായ കാര്യമാണ്. അത് കേൾക്കുമ്പോൾ, അതിനാൽ തകാദു السماوات يتفطرن وتنشق الأرض وتخر الجبال هدا. തകാദു السماوات, വാനലോകം ആയിക്കഴിയാനടുത്തു, യതഫത്തർന, പൊട്ടിപ്പിളരുവാൻ, മിന്നു, ഈ പറഞ്ഞ അപരാധത്താൽ, ഇവര് പറഞ്ഞുണ്ടാക്കിയ കാരണത്താൽ ആകാശം പോലും തരിപ്പണമാവും, പൊട്ടിപ്പിളരും. തൻഷഖുൽ-അർദു, ഭൂമി വിണ്ടുകീറുകയും ചെയ്യും. വതഖിറുൽ ജിബാലു, പർവ്വതങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. തഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാവും. അത്രയും ഭീകരമായ ഒരു കാര്യമാണ് ഇവര് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭീകരത മനസ്സിലാക്കുകയാണെങ്കിൽ അത് പറയുന്നവർക്ക് അത് മനസ്സിലാവില്ല. ആകാശം പൊട്ടിപ്പിളരും, ഭൂമിയാണെങ്കിൽ വിണ്ട് കീറിപ്പോവും, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാവും. അത്രയും ഭീകരമായ ഒരു കാര്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്ന് അവരെ ഉണർത്തുകയാണ് അല്ലാഹു തആല 98-ാമത്തെ ആയത്ത്. 95-ാമത്തെ ആയത്ത്, 90, 91, 90-ാമത്തെ ആയത്ത്, 90-ാമത്തെ ആയത്താണ് തകാദു السماوات يتفطرن وتنشق الأرض وتخر الجبال هدا എന്ന് പറയുന്നത്. 91-ാമത്തെ ആയത്തിൽ അൻ ദഉ ലിർറഹ്മാനി വലദ, അൻ ദഉ,
അവരെ അവകാശപ്പെട്ടപ്പോൾ ലിർറഹ്മാനി പരമകാരുണികനായ അള്ളാഹുവിന് വലതൻ സന്താനത്തെ അവരവകാശപ്പെട്ടു. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞ ആ കാരണത്താൽ ആണ് ഈ തക്കാദുസമാവാത്തു യത്തഫത്തർനോ തൻഷഖുല്ലർദു തഖിറുൽ ജിബാലു ഹദ്ദ എന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ, ഇത് അനുഭവപ്പെട്ടാൽ ആകാശം പോലും ഇടിഞ്ഞു വീഴും, ഭൂമി പിളർന്നു പോകും, പർവ്വതങ്ങളാണെങ്കിൽ തകർന്ന് തരിപ്പണമാകും. ഇത്രയും ഭീകരമായ കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അന്താവോ അവർ അവകാശപ്പെട്ടപ്പോൾ ദിർറഹ്മാനിയ റഹ്മാനായ അള്ളാഹുവിന് വലതൻ സന്താനമുണ്ടെന്ന് അവകാശപ്പെട്ടപ്പോൾ, അവർ വാദിച്ചപ്പോൾ എന്നാണ് 91-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. 92-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമായംബഗി ലിർറഹ്മാനി വലദാ യത്തഖിദ വലദാ വമായംബഗി ലിർറഹ്മാനി യത്തഖിദ വലദാ. വമായംബഗി അള്ളാഹുവിന് ആവശ്യമില്ല, അനുയോജ്യമല്ല, ലിർറഹ്മാനി വമായംബഗി ലിർറഹ്മാനി വമായംബഗി അനുയോജ്യമല്ല, അല്ലെങ്കിൽ ആവശ്യമില്ല, ലിർറഹ്മാനി റഹ്മാനായ അള്ളാഹുവിന് യത്തഖിദ അവൻ സ്വീകരിക്കാൻ വലതൻ ഒരു കുട്ടിയെ സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല, അനുയോജ്യവുമല്ല അള്ളാഹുവിന്. എന്നതാണ് 92-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. 93-ൽ അള്ളാഹു പറയുന്നു, ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ലോകത്തുള്ള സർവ്വ സാധനങ്ങളും, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ സാധനങ്ങളും മഖ്ലൂക്കുകളും അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നത് അബ്ദ് എന്ന നിലയിലാണ്. ഒരാൾക്കും ഒരു പ്രത്യേകതയില്ല. അള്ളാഹു കുട്ടികളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാടെ മകനാണ്, അള്ളാടെ പുത്രനാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ആരും വരില്ല. ഖിയാമത്ത് നാളിൽ അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് വരുന്നവരൊക്കെ എല്ലാവരും വരും, അവരെ ഹാജരാക്കപ്പെടും റബ്ബിന്റെ അടുത്ത് എന്ന് മുൻകഴിഞ്ഞ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് വരുന്ന ഒരാളും തന്നെ അള്ളാഹുവിന്റെ അബ്ദാണ് എന്നതിൽ നിന്ന് ഒരു നിലക്കും ഒഴിവാവില്ല. അതാണ് 93-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർളി. അതിന്റെ ഒറ്റവാക്കർത്ഥം പറയും, ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർളി, ആകാശ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും, ഇൻ കുല്ലുൻ എല്ലാ ഓരോരുത്തരുമല്ല, മൻ ഫിസ്സമാവാതി വൽ അർളി ആകാശ ഭൂമിയിലുള്ള, ഇല്ലാ ആതിർ റഹ്മാനി റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നവർ ഒഴികെയല്ല. വരിക തന്നെ ചെയ്യും. വന്നവർ എങ്ങനെയാണ് വരുന്നത്? ഇല്ലാ ആതിർ റഹ്മാനി റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നത് അബ്ദൻ, അബ്ദായിട്ടാ വരുന്നത്, അല്ലാതെ അള്ളാഹുടെ പുത്രനായിട്ടോ വേറൊന്നായിട്ടോ അല്ല വരുന്നത്. മാമിൻ മഖ്ലൂഖിൻ ഫിൽ ആലമിൽ ഉൽവി വസ്സുഫ്ലി. ഇവിടെ ഈ ലോകത്തും വാനലോകത്താവട്ടെ ഇവിടെ ഭൂമിയിലാവട്ടെ ഏതൊരു മഖ്ലൂഖും ഇല്ലാഹു അബ്ദുല്ലില്ല, അള്ളാഹിന്റെ അടിമയാണ് എല്ലാവരും, ഒരാളും അതിൽ നിന്ന് ഒഴിവില്ല. ദലീലുൻ ഖാദിഉൻ ബൈന യദൈഹി, അവന്റെ അടുക്കൽ നിന്ദനായിട്ടാണ് അള്ളാഹുവിനെ സമീപിക്കുക. കമാ യഫ്അലുൽ അബീദ്, അടിമകള് സയ്യിദിന്റെ അടുത്ത് എങ്ങനെയാണോ അതേ രീതിയിൽ അതിലും വിനയാന്യതനായിക്കൊണ്ടാണ് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുക. ഇത് ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും ഉള്ള പ്രത്യേകതയാണ്. അതാണ് മാമിൻ ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർളി, ഇൻ കുല്ലുൻ എല്ലാവരുമല്ല, മൻ ഫിസ്സമാവാതി വൽ അർളി അഥവാ ഭൂമുഖത്തുമുള്ള ആകാശലോകത്തുമുള്ള എല്ലാവരും ഒരുത്തരുമല്ല, ഇല്ലാ ആതിർ റഹ്മാനി റഹ്മാനായ അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നവരൊഴികെ എല്ലാം വരിക തന്നെ ചെയ്യും. എങ്ങനെ വരിക? അബ്ദൻ, അബ്ദായിക്കൊണ്ട്.
അള്ളാഹുവിന്റെ അടിമയായിട്ടാണ് എല്ലാവരും അള്ളാഹുവിനെ അഭിമുഖീകരിക്കുക, അള്ളാഹുവിന്റെ അടുത്ത് വരിക. അത് വ്യത്യാസമൊന്നുമില്ല. മലക്കുകളായതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. അവര് വാനലോകത്ത് ജീവിക്കുന്നവരാണല്ലോ. അതാണ് ആകാശത്തിലുള്ള എന്ന് പറഞ്ഞത്. ഭൂമിയിലുള്ള മനുഷ്യന്മാരും ആകാശത്തിലുള്ള മലക്കുകളും ആരാവട്ടെ ഒരൊറ്റ മഹ്ലൂക്കും അള്ളാഹുവിന്റെ അടുത്ത് വരുന്നത് അബദായിക്കൊണ്ടല്ലാതെ മറ്റൊരു നിലക്കല്ല എന്നർത്ഥം. 94-ാമത്തെ ആയത്തിൽ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ, ലഖദ് അഹ്സാഹും അല്ലാഹു അവരെ ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്, വഅദ്ദഹും അവരെ അദ്ദാ എണ്ണി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹുക്കറിയാം. ഒരു കാര്യം അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകില്ല. അഹാത്ത ബിഹിം, അഹാത്ത ഇൽമുഹു ബിഹിം, അള്ളാഹുവിന്റെ ഇൽമ് അവരെ വലയം ചെയ്തിരിക്കുകയാണ്. എല്ലാ നിലക്കും അള്ളാഹുവിന് അവരറിയാം. ഒരു നിലക്കും അള്ളാഹുവിന് വിട്ടുപോവുകയില്ല. ഒരു കാര്യവും അവരുടെ ഒരു കാര്യവും അള്ളാഹുവിന് ഹഫിയായി വരികയില്ല എന്നർത്ഥം. പിന്നെ 75-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, 95-ാമത്തെ ആയത്ത്, എല്ലാവരും അവരെല്ലാവരും ആതീഹി അവന്റെ അടുക്കൽ വരുന്നവരാണ്. യൗമൽ ഖിയാമത്തി അന്ത്യദിനത്തിൽ ഫർദൻ ഏകനായിട്ടാണ്. കുല്ലു ഫർദൻ യഅതി യൗമൽ ഖിയാമ വഹീദൻ, എല്ലാ വ്യക്തികളും വരുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നത് ഏകനായിക്കൊണ്ടാവും. ഒരാളും കൂടെ ഉണ്ടാവില്ല, ഒരു സഹായവുമില്ല, സമ്പത്തുമില്ല, സഹായിക്കാൻ ആളുമില്ല, ഒരാളും അവന്റെ കൂടെ ഉണ്ടാവില്ല. ഏകനായിക്കൊണ്ടുവരും. അവനൊന്നും അവന്റെ കൈവശം ഉണ്ടാവില്ല. അവൻ ചെയ്ത അമലുകളല്ലാതെ ഒന്നും തന്നെ അവൻ അവിടെ സഹായിയായി ഉണ്ടാവില്ല. ഈ നിലപാടിലാണ് അള്ളാഹു തആല എല്ലാവരെയും ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതും അവന്റെ മുന്നിൽ വരുത്തുന്നതും. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, എല്ലാവരും അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ വരുന്നത് ഏകനായിക്കൊണ്ടാണ്. 96-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വദ്ദാ. അല്ലാഹു തആല കുറ്റവാളികളുടെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞു. അപ്പോൾ ഉടനെ അള്ളാഹു മുഅ്മിനീങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാണ്. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇതുവരെ പറഞ്ഞത് മുജ്രിമീങ്ങളുടെ കാര്യങ്ങൾ, കുറ്റവാളികളുടെ കാര്യങ്ങളാണ് അള്ളാഹു ഇതുവരെ പറഞ്ഞത്. അപ്പോൾ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വദ്ദാ. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും വിശ്വസിച്ച വ്യക്തികൾ. ഇന്നല്ലദീന ആമനു, വിശ്വസിച്ച വ്യക്തികൾ, വഅമിലുസ് സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടർ, ആമനു, അവർ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിക്കേണ്ട കാര്യങ്ങളിലെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വാസം ഒരു പ്രധാന കാര്യമാണ്. വിശ്വാസമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അതുകൊണ്ടൊരു ഫലമില്ല. അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം, മുസ്ലിങ്ങളെ പറ്റി വിശ്വസിക്കണം, കിതാബുകളിൽ വിശ്വസിക്കണം, പിന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, ഖൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണെന്ന് വിശ്വസിക്കണം. ഇങ്ങനെ വിശ്വസിച്ച ഒരാൾ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് സ്വർഗ നരകങ്ങളുണ്ട്, ആഖിറമുണ്ട്, പരലോകമുണ്ട്, പുനർജന്മം വരാനിരിപ്പുണ്ട്, ഇതെല്ലാം വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം വിശ്വസിച്ചൊരു വ്യക്തി, അദ്ദേഹം അതോടുകൂടെ ആ വിശ്വാസം നിലനിർത്തിയിട്ട് ഈ വ്യക്തി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു.
നമസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ അതിപ്രധാനമായതാണ് ഈ സൽക്കർമ്മങ്ങളിൽ. അതുപോലെ പിന്നെ മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ളവനെ അള്ളാഹു ഇഷ്ടപ്പെടും. റഹ്മാനു, റഹ്മാനായ അള്ളാഹു അവന് ആക്കി നൽകും ബുദ്ധൻ സ്നേഹത്തെ. അള്ളാഹു തആല അങ്ങനെയുള്ള ആളുകളോട് പ്രത്യേക ഒരു സ്നേഹമുണ്ടാവും അള്ളാഹുവിന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഞാൻ വായിക്കാം. സ്നേഹം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്. അതുപോലെ സാലിഹീങ്ങളുടെ ഹൃദയത്തിൽ അവരോട് സ്നേഹമുണ്ടാവും. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن الله إذا أحب عبدا دعا جبريل عليه السلام فنادى فقال إني أحب فلانا فأحبه فيحبه جبريل ثم ينادي في السماء إن الله أحب فلانا فأحبوه. ഇത് സഹീഹ് മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്നാൽ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജിബ്രീലെ നിങ്ങളും ഇഷ്ടപ്പെടണം അയാളെ എന്ന് വിളിച്ചു പറയും. അല്ലാഹു തആല ജിബ്രീലിനോട് പറയും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും ആകാശ ലോകത്ത് മുഴുവൻ, അല്ലാഹു തആല ഇന്നാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം എന്ന് വിളിച്ചു പറയും. അതാണ് ഈ ആയത്തില് സയ്ജാലു ലഹ്മുർ റഹ്മാൻ ഉദ്ദ എന്ന് പറയുന്ന പറഞ്ഞ ആയത്തിന്റെ ഒരു ഉദ്ദേശം. എന്താണ് ആയത്തിൽ പറഞ്ഞത്? വിശ്വസിക്കുകയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആള് സയ്ജാലു ലഹും, അവർക്ക് അല്ലാഹു തആല ആക്കി നൽകും. അർ-റഹ്മാനു, റഹ്മാനായ അള്ളാഹു അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ബുദ്ധൻ സ്നേഹത്തെ. അപ്പൊ എല്ലാവരും ഇതാ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരാളെ, നല്ല മനുഷ്യന്മാരെ അള്ളാഹു സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കുമ്പോൾ അള്ളാഹു വിളിച്ചു ജിബ്രീലിനെ വിളിച്ചു പറയും, ജിബ്രീൽ അലൈഹിസ്സലാമെ ഞാൻ ഇന്നാളെ സ്നേഹിക്കുന്നു. ഇന്നാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം അത് വാനലോകത്തിൽ ഒട്ടാകെ വിളംബരം ചെയ്യും. അല്ലാഹു തആല ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം എന്ന് മലക്കുകൾ ആകമാനം അറിയുന്ന വിധത്തിൽ അത് വിളംബരം ചെയ്യും. അപ്പോൾ അവരും ഇഷ്ടപ്പെടും. ഇതേപോലെയുള്ള സ്നേഹം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നിലനിർത്തി കൊടുക്കും എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമാവും, മലക്കുകളുടെ സ്നേഹം ലഭ്യമാവും. അതോടുകൂടെ തന്നെ ലോകത്തുള്ള ആളുകളുടെ സ്നേഹം ലഭ്യമാകാൻ അവർക്ക് സൗകര്യം കിട്ടും. ഇത് അള്ളാഹുവിന്റെ ഈ ജിബ്രീലിനെ വിളിച്ചു പറയുന്നത് കാരണമായിട്ടൊക്കെ. അപ്പൊ എന്ത് വിഷമം അവർക്ക് ദുന്യാവിലുണ്ടെങ്കിലും അതൊന്നും ഒരു കാര്യമാക്കാതെ അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം അള്ളാഹുവിന്റെ സ്നേഹം, സന്തോഷം അവനോട് ലഭ്യമായിട്ടുണ്ട്. ഈ ലഭ്യമായത് 100% അവന് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ, ഇവിടെ വെറുക്കപ്പെടുന്ന ഒരാളായിട്ട് അവനെ ആളുകൾ കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും 100% വ്യക്തമാകുന്ന ഒരു രംഗമുണ്ട്. അതാണ് ആഖിറം. ആഖിറത്തിൽ വെച്ച്, ഖിയാമത്ത് നാളിൽ വെച്ച് അതെല്ലാം അവന് അനുഭവപ്പെടും. സയ്ജാലു ലഹ്മുർ റഹ്മാനു ഉദ്ദ, അങ്ങനെ സ്നേഹം അല്ലാഹു തആല അവൻ ഉണ്ടാക്കി കൊടുക്കും. 96-ാമത്തെ ആയത്താണിത്. 97-ാമത്തെ ആയത്ത്
97-ാമത്തെ ആയത്ത് മുതൽക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ 91 വീഡിയോ ഇപ്പോൾ ആയിട്ടുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിഷ്പ്രയാസം കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.